അങ്ങനെ ഗൈസ് ഫൈനലി രാവിലെ 3:55 നമ്മൾ ആഗ്ര ക്യാൻറ്റീനിലെത്തി. 5 മണിക്കൂർ ലേറ്റ് ആയിട്ട്, 5 മണിക്കൂർ നമ്മൾ ലേറ്റ്. എൻ്റെ അമ്മ എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞു. ഇവിടെ ചായ പോലും കിട്ടില്ല. ചായ ഒരു പ്രശ്നം തന്നെ. ചായക്കാരുണ്ട്, പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മറ്റേ UPI പേയ്മെൻറ്റ് എടുക്കുന്നില്ല, ക്യാഷ് പേയ്മെൻറ്റ് മാത്രം. നമ്മുടെ കയ്യിൽ ക്യാഷും ഇല്ല. ബെസ്റ്റ് ആൾക്കാർ കിടക്കണുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഇതൊന്നും നമുക്ക് കേരളത്തിൽ കാണാൻ കിട്ടില്ല ഇങ്ങനെ. അങ്ങനെ ട്രെയിൻ വിട്ടു, നമ്മൾക്ക് ചായ കിട്ടിയില്ല. ഇനി മധുര ജംഗ്ഷനിൽ നോക്കാം. നമ്മളുടെ ഫാൻ പോയി. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞപ്പോ ഈ ഫാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫാൻ ഇവിടെ ഇല്ല. ദിസ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇത് കണ്ട, സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാരെ. വയറ് മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാതും കൊണ്ടുപോയി. അടിപൊളി, നമ്പർ 1. പിന്നെ ഞാനൊരു സംഭവം എന്ന് പറയുന്നത് ഫിറ്റഡ് വിത്ത് ഈക്കോ ഫ്രണ്ട്ലി ബയോടോയ്ലറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമില്ല, എല്ലാത്തിനും നല്ല സ്മെല്ലുണ്ട്. ക്ലീനിങ് വേണേ, ക്ലീനിങ് ഇല്ല. ഫൈനലി ഗൈസ്, ഒരു ദുരിത യാത്ര കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിൽ എത്താറായി. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫരീദാബാദ് കഴിഞ്ഞു, എവിടെയോ ഇടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ ഫെയറും ഒരു സ്പെഷ്യൽ ട്രെയിനും ഞാൻ എടുക്കില്ല. പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട് തുക്ലബാദിൽ നിർത്തി. ഇവിടുന്ന് ആകെ ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 7:21 എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 7:45 കാണിക്കണം. എന്ത് പണ്ടാറെന്ന് മനസ്സിലാവുന്നത്. വീട്ടിലെത്താൻ വേണ്ടിയിട്ടൊരു മുട്ടി നിൽക്കണമെന്നോ. ഞാൻ മേമു ട്രെയിനിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. ഇപ്പം കണ്ടില്ലേ, ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. എന്ത് ചെയ്യാനായി. പൽവൽ ഇപ്പം നമ്മളുടെ തുക്ലകാബാദ് സ്റ്റേഷനിൽ നമ്മൾ നിർത്തിയിട്ട് ഓൾമോസ്റ്റ് 5 ട്രെയിൻ 5 വണ്ടികൾ പോകാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ വിട്ടത്. ഈ വണ്ടി ഉണ്ടല്ലോ, എല്ലാ വണ്ടികൾക്കും എന്താണ് പറയുക, ഓവർടേക്ക് ചെയ്യാനും കൊടുക്കും, എല്ലാ പണ്ടാറും ചെയ്യേണ്ടി വരും. ഇപ്പോഴാണ് വിട്ടത്. അങ്ങനെ ഗൈസ്, നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഫൈനലി എത്തി. ഒരു സമാധാനം കിട്ടിയ മാതിരി ഉണ്ട് ഇപ്പം. അങ്ങനെ ഗൈസ്, നമ്മൾ ഡൽഹിയുടെ തിരക്കിലേക്ക് തിരിച്ചെത്തി. ഇവിടെ വന്നിട്ട് ഒരു 3 മിനിറ്റ് പോലും എടുത്തില്ല, നമുക്ക് വണ്ടി കിട്ടി. ഒരു പ്രശ്നമില്ലാത്ത. ഡൽഹിയിലെ തിരക്ക് എങ്ങനെയാലും ശരി, ഒരു എന്തായാലും പറയാം, ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആ സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ മോനൊന്നും പറയണ്ട. ഒരു ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടിയത്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് മാതിരിയാണ്, എൻ്റെ സ്വന്തം നാട് മാതിരിയാണ് ഡൽഹി. കാരണം ജനിച്ച് വളർന്നുകൊണ്ട് ഒരു വേറൊരു ഫീലിംഗ് എനിക്ക്. ഇതാണ് ഓൾഡ് ഡൽഹി. എല്ലാവരും റോങ് സൈഡിൽ കൂടെ നടക്കുള്ളൂ ഇവിടെ. എന്ത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഭയ. ഗായ്സ്, നമ്മളങ്ങനെ വീട്ടിലെത്തി നല്ല ഒരു ഉന്മേഷം വന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു ഉന്മേഷം വന്നു. പിന്നെ അതിൻ്റെ ഞാനൊന്ന് ക്ലീനിങ്ങും ഇതൊക്കെ ചെയ്യായിരുന്നു. കണ്ടില്ല, വീടിൻ്റെ കോലം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, കുറേ പൊടിയൊന്നും ഉണ്ടായിരുന്നു. കാരണം ഡൽഹിയിലെ പൊടി നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ്. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ ചെയ്ത് കുറച്ച് തുണികളൊക്കെ കഴുകാനിട്ട് പിന്നെ ഒരു ഉച്ച സമയം, ഇപ്പോൾ ഒരു 12:30 1 മണിയായി. അപ്പോൾ യാവിന് വിശക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മാഗി. അങ്ങനെ മാഗിയും മുട്ടയൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ മാഗി ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. കിച്ചണിൽ ഒരു സംഭവം കണ്ടു.
എൻ്റെ അമ്മ എനിക്കറിഞ്ഞൂടെ ഇത് ഏതോ ഒരുത്തൻ കണ്ണു വെച്ചാന്ന് തോന്നുന്നു എനിക്ക്. ഇത് കണ്ട ഞാൻ മാഗി ഉണ്ടാക്കി ഓൾറെഡി റെഡിയാക്കി. അപ്പോഴാണ് ഞാനൊരു സംഭവം ഇവിടെ കണ്ടത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാണാം, അത് ഇവിടെ കണ്ട കുറച്ച് വെള്ള സ്പോട്ട്സൊക്കെ ഇങ്ങനെ. ഞാൻ വിചാരിച്ചത് എന്താ സംഭവം ഇത് ഇവിടെ. അതെ ഞാൻ ക്ലീൻ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ കുറേ വെള്ളം, പിന്നെ ഇവിടെ കുറേ മണ്ണിൻ്റെ കുറേ പൊടികൾ കണ്ട ഇങ്ങനെ മൂലക്കിൽ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഞാൻ കുറേ സ്ഥലത്ത് നോക്കി, എനിക്ക് കാണാൻ പറ്റിയില്ല. ലാസ്റ്റ് ഇവിടെ ഒക്കെ നോക്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്നപ്പോൾ ദേ അവിടെ മൂലക്കിലൊരു സംഭവം. ഇത് കണ്ട എന്താണെന്നറിയത്? ടെർമൈറ്റ്സ് എന്താ പറയുക നമ്മൾ മലയാളത്തിൽ? ചെതല. അതന്നെ. അയ്യോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു സോറി കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് കണ്ട, ഇത് കാർഡ്ബോർഡ്, സെപ്റ്റോൻ്റെ കാർഡ്ബോർഡിൻ്റെ പീസായിരുന്നു. ഇത് നോക്കിയേ എൻ്റെ അമ്മ, ഇതെങ്ങനെ എവിടെ നിന്ന് വരുന്നത്? ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇതടിച്ചത് കട്ടിലടിച്ച് കൊന്ന്. ഞാൻ ഹൗസ് ഓണറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഭായ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ 3ാമത്തെ അറ്റാക്കാണ്. 2 അറ്റാക്ക് ഞാൻ ക്ലിയർ ആക്കി. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ അറ്റാക്കാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ ആളോട് പറഞ്ഞു ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വീട് മാറും, ഇത് ശരിയാവില്ല. വീട് മാറുന്നത് തലവേദനയാണ്. പക്ഷെ ആൾ നല്ല നമ്മുടെ ഓണർ നല്ല ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞ് നോക്കട്ടെ, അങ്ങനെ ഇങ്ങനെ വരണമെന്ന് വെച്ചാൽ ആളിത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെഡേക്കല്ല അത്. പക്ഷേ ഇത് കാണുമ്പോഴുണ്ടല്ലോ ഒരു ജാതി ഇതാണ്. നമ്മളെ കടിക്കുമെന്ന് അറിഞ്ഞൂടാ. ഐ നെവർ നോ അബൌട്ട് ടെർമൈറ്റ്സ്. കാരണം ദുബായിലൊന്നും നമ്മൾക്ക് ഇങ്ങനെ ടെർമൈറ്റ്സിൻ്റെ ഇത് ഇങ്ങനെ കിട്ടാറില്ല. ഉണ്ടാവാറുണ്ട്, ഇല്ലാന്നില്ല. ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ 30 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ആൾ പറയുന്നത് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട് കാലിയായിട്ട് അതിപ്പോൾ അവിടെ ഓൾമോസ്റ്റ് 10 കൊല്ലമായിട്ട് ആൾക്കാർ താമസിക്കുന്നില്ല. അപ്പോൾ അത് പൊളിക്കാനുള്ള ബിൽഡിങ് പൊളിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ആൾക്കാരില്ലാന്ന് എത്ര. അപ്പോൾ അവിടെ നിന്ന് വരണമായിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു തലവേദന. ഇനി ഇതും കൂടി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഫുള്ള് ദിവസം പോകും. എനിക്കിപ്പോൾ ഇന്നത്തെ വ്ളോഗ് എഡിറ്റും ചെയ്യണം. യാവിൻ്റെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുണ്ട. ബെഡൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഫുള്ള് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് എല്ലാതും. പിന്നെ അതെ എൻ്റെ ടേബിളും അതെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സംഭവം ഇത് കണ്ടു. ഞാൻ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും പറ്റൂല്ലേ. എന്നാലും ഇറ്റ്സ് ഓക്കെ, വി ഹാവ് ടു സ്റ്റേ പോസിറ്റീവ്. അതാണല്ലോ നമ്മളുടെ മോട്ടോ. നമ്മളെ മോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിരിക്കണം. എന്നിട്ട് ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇന്ത്യയിലാവുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും. ഇത് മാത്രമല്ല, ഇന്ത്യയിലും വലുത്. പിന്നെ വേറെ സംഭവമുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞാൽ അതല്ല സാർ, ഞാൻ ബാത്റൂമിൽ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ഈ റെപ്റ്റൈൽസിനോടൊക്കെ കുറച്ച് എനിക്ക് ചെറിയ പേടിയുള്ളതാണ്. അപ്പോൾ ഉള്ളിലൊരു ചെറിയ പല്ലിയാണ്. എനിക്ക് അവരെ കൊല്ലാനും പറ്റില്ല. അവനെ ഞാൻ കുറേ നേരമായി പറഞ്ഞിട്ട് പോന്ന് പറഞ്ഞിട്ട് പോണമില്ല. പണ്ടാറം അവൻ എന്നെയും പേടിച്ച് ഞാൻ അവനെയും പേടിച്ചിരിക്കുക. ഇത് കാണിച്ചു തരാട്ടാ. ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതി. ബെഡ്റൂമിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മേ, നീ ഇവിടെ മണ്ണ് കണ്ട? എനിക്കൊന്ന് ഇവിടെ കണ്ടിട്ടുണ്ടാവും ടെർമൈറ്റ് അറ്റാക്ക്. അയ്യോ എന്ത് കഷ്ടം. അതെ പല്ലി. ഞാൻ പഹയനോട് കുറേ നേരം ഞാൻ പറയുന്നത് പോകാൻ പറയുന്നത്. അവൻ പോണില്ല. പോടാ. പിന്നെ ഈ സംഭവം കണ്ടു. ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ലീക്കേജ്. ഇതും വേറെ ഒന്നും. എന്നാൽ പുതിയ ഇതൊക്കെ റിനോവേറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ സംഭവം ഒരു 25-26 ദിവസത്തെ ലീവിന് പോയതാണ് നമ്മൾ. സംഭവം കണ്ട ഇവിടെ എവിടെയാണ് ടെർമൈറ്റ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ആ മണ്ണ് എവിടെ നിന്ന് വന്ന് ഇവിടെ കണ്ട അത് കണ്ട ഈ മണ്ണ് വീഴുന്നത്. അയ്യോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു തുടങ്ങണം എൻ്റെ. അപ്പോൾ ഞാൻ യാവിനൊന്ന് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ ബാക്കി കാര്യം നമുക്ക് നേരിട്ട് സംസാരിക്കാം. 2 മാഗിയ പഹയന എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യ്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. ഇതിനെ പറ്റുമോ? വിശന്നിട്ടും വയ്യ. കാരണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. പാൻട്രിക്കാരും ഉണ്ടായിരുന്നില്ല. പിന്നെ മധുരയിൽ നിന്നൊന്നും കിട്ടിയില്ല. മറ്റിടത്തും എല്ലായിടത്തും അവർ മധുരയിൽ ചായ ഉണ്ടായിരുന്നു, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും അവർ UPI പേയ്മെൻ്റ് ഇല്ല, ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ക്യാഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പഹയനത് കൊടുക്കട്ടെ. യാവിൻ 2 മാഗിയാ? 2 മാഗി. എനിക്ക് തോന്നുന്നില്ല ഇനി എന്തെങ്കിലും അധികം ചെയ്യാൻ പറ്റുന്നു. എനിക്കിന്ന് ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ വ്ളോഗ് നല്ലോണം എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഒരു 10-20 മിനിറ്റിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. എൻ്റെ ബൈക്കും കൊണ്ടുപോകണമെന്ന് എനിക്ക് ഒന്ന് വാഷ് ചെയ്യിപ്പിക്കണം, അങ്ങനെ പലതും. പക്ഷേ എല്ലാ പ്ലാനും ചോപ്പട്ട് ഹോ ഗയാ. സബ് പ്ലാൻ ചോപ്പട്ട് ഹോ ഗയാ. വാട്ട് കാൻ ഐ ഡു നൗ? എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഇഞ്ഞു തലവേദനയാണ് എനിക്ക്. അതൊക്കെ ഫുള്ള് ഇഞ്ഞു എല്ലാതും ക്ലീൻ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ എല്ലാതും ഓരോന്നും മൂലക്കിലും ചെക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പിന്നെ നിങ്ങളോട് ശരിക്കും പറഞ്ഞില്ല. ആക്ച്വലി നമ്മളിന്ന് 5 hours
38 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. 5 hours 38 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. എന്നിട്ട് അവന്മാർക്ക് യാതൊരു പ്രശ്നമില്ല, ആൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ ആഗ്ര മുതൽ അങ്ങോട്ട് ആൾക്കാരുണ്ട് കയറി തുടങ്ങി. എന്ന് വെച്ചാൽ ഈ ഋഷികേശിലേക്ക് പോണ ഈ UP പയ്യന്മാരില്ലേ, എൻ്റെ അമ്മ എല്ലാതും RAC ആയിരുന്നു. പക്ഷേ AC-ലേക്ക് കൂടെ അങ്ങോട്ട് കുത്തിക്കയറാണ്. എന്നാൽ TT ഉണ്ടോ, TT വരണ്ടോ, അതുമില്ല. അപ്പോൾ ലാസ്റ്റിൽ എന്നോട് പറയണേ, ഞാനവിടെ ഇരിക്കണം, എന്നോട് പറയും ഇതൊന്ന് പൊക്കിത്താ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണമെന്ന്. ഞാൻ പറഞ്ഞു ഭായി ഇത് നമ്മൾ ടിക്കറ്റ് കൊടുത്ത ഇതാണ്, നിങ്ങൾ RAC-കാർ വന്നിട്ട് എന്നോട് പറയണിട്ട് ഇതൊന്ന് പൊക്കിത്താ എനിക്കിവിടെ കിടന്ന് ഉറങ്ങണമെന്ന്. അവൻ്റെ അമ്മായിപ്പൻ്റെ സ്ഥലം മാതിരി പൈസ കൊടുത്തത് നമ്മൾ, എനിക്ക് എൻ്റെ ഫുള്ള് ജേണി ചെയ്യണ്ടേ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേസ് അതൊക്കെ തീർത്ത് ഞാൻ സമ്മതിച്ചില്ല. കാരണം യാവി മുകളിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു, അവനെ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിവേസ് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഫൈനലി നമ്മൾ ഡൽഹിയിലെത്തി ഗൈസ്. ഇനി ഇവിടുത്തെ അഡ്വഞ്ചർ വേറെ രീതിയിലായിരിക്കും. യു നോ ഹൗ ഡൽഹി ലൈഫ് ഈസ്. ഐ എം ഗോയിങ് ടു ബി ബിസി. കാരണം യാവിനെ നോക്കലേ എൻ്റെ ജോലി, ഇപ്പോൾ മെയിൻ ജോലി. അവൻ്റെ സ്കൂളും ഇതൊക്കെ. അവൻ്റെ സ്കൂൾ എനിക്കൊന്ന് മറ്റന്നാൾ തുറക്കും, മറ്റന്നാൾ അല്ലെങ്കിൽ 9-ാം തീയതി ആയിരിക്കും തുറക്കുക. അപ്പോൾ ഒരു യുദ്ധം തന്നെയാണ് നമ്മളുടെ ജീവിതം ഫുള്ള്. യുനോ ആസ് എ എന്തായാലും ഒരു മമ്മിയും പപ്പയും ആണ് ഞാനിപ്പോൾ വീട്ടിൽ. അപ്പോൾ എല്ലാ പരിപാടികളും നമ്മളാണ് ചെയ്യണത്. Anyways, I'm planning so much of things for our future vlogs, and hopefully you guys will support me as you are doing right now, and I'm so thankful. സത്യം പറഞ്ഞാൽ 2 ദിവസത്തെ ട്രിപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ കമൻസും പിന്നെ കമൻസ് വായിച്ചും പിന്നെ നിങ്ങളുടെ സ്നേഹവും കണ്ടിട്ട് പ്ലസ് അതിൻ്റെ മുകളിൽ കൂടി എനിക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ ആലോചിക്കാനൊരു ഇതുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ എല്ലാ കമൻറ്റും അതുമാതിരി തന്നെ അപ്പം തന്നെ ഞാൻ റിപ്ലൈയും തരണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സമയം പോയത് തന്നെ അറിഞ്ഞില്ല. സോ താങ്ക് യു ഗൈസ് സോ മച്ച് ഫോർ ദി സപ്പോർട്ട് ഫോർ മീ and Yavin. Yes, we never got bored because of their comments, right? Yeah. Kanda checkere full formula. Are you happy back home? I'm happy. Very happy. But not Except for Kerala, I want to be there more. see avanku Keralathil thirichu vannu, but you don't like the termites. Yeah. I have another news for you. What? There is a lizard in the washroom. That guy is not even going, man. Really? Yeah, I'll show you. I showed him but he's not going. That side, right side. Go, man. There in the corner somewhere. Oh, he got it. I'm going on second. You recorded it or what? I recorded. Maybe he went out. I don't know, man. ചെക്കനെ പേടിപ്പിച്ച് എനിക്ക് ഈ സംഭവത്തിന് ഭയങ്കര പേടിയാണ്. അവനെ പേടിപ്പിച്ച് കളഞ്ഞു. എനിവേസ് അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ്, ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ. യെസ്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ നമ്മളുടെ ഡയലോഗിലേക്ക് കിടക്കാം. കാണാം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. സേ ദാറ്റ്. What? ക്യാൻ യു സേ ദാറ്റ്? What? കാണാം Karam? കാണാം. Kanam? കം ഹിയർ മാൻ, കം ഇൻ ദ ക്യാമറ. Kanam? കാണാം Karam? ചെറിയ Cheriye? ഒരു Oru? ഇടവേളയ്ക്ക്. Idavelaki? ഇടവേള. Idavela? ഇടവേളയ്ക്ക് Idavelaki? ശേഷം. Shisha. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് I ശേഷം. got you all of that. ഓക്കെ ഗൈസ്, ബൈ. Bye bye.